ഒരുപാട് വരെ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യമുണ്ട്. നിപ്പ ബാധ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് പനി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയും സഹോദരനും ഒക്കെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം നിപ്പ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി മന്ത്രി വീണ ജോർജും പാലക്കാട് എത്തിയിട്ടുണ്ട്. അജിത് ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. അജിത്ത്, ഈ ചികിത്സയിലുള്ളവരുടെയൊക്കെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില, ഒപ്പം മന്ത്രിയുടെ അവലോകന യോഗം എപ്പോഴായിരിക്കും? സേതുലക്ഷ്മി, 173 പേരാണ് ഇപ്പോൾ പ്രാഥമിക പട്ടികയിലും സെക്കൻഡറി പട്ടികയിലും ഉൾപ്പെട്ടിട്ടുള്ളത്. സമ്പർക്കത്തിലുള്ള 173 പേരാണുള്ളത്. ഇതിൽ നിലവിൽ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ പനി ഉണ്ടായിട്ടുള്ളത് 4 പേർക്കാണ്. ആ 4 പേരിൽ ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള കുട്ടിയുടെ ഫലം നെഗറ്റീവായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ബാക്കി 2 പേർ ഇന്നലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അവരുടെ ചികിത്സാ ഫലം ഇന്ന് വരും എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കരുതുന്നത്. ഇപ്പോൾ ഒരു കുട്ടി കൂടി, അതായത് 38-കാരിയോട് സമ്പർക്കത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി കൂടി ഇപ്പോൾ പാലക്കാട് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ പനിയുണ്ട് കുട്ടിക്ക്. പനിയുണ്ടായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കളും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളില്ല. മാത്രമല്ല, പക്ഷേ കുട്ടിയുമായി വളരെ പ്രൈമറി ക്ലോസ് കോണ്ടാക്റ്റിൽ ഉള്ളതുകൊണ്ടാണ് അവരെ കൂടി നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും നിപ്പയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രാവിലെയും വൈകിട്ടും എല്ലാ സമയത്തും മീറ്റിങ്ങുകൾ കൂടി അവലോകനം ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ 10 മണിക്ക് ചേരുന്ന മീറ്റിംഗിൽ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് പങ്കെടുത്ത് കാര്യങ്ങൾ വിലയിരുത്തും. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ക്രോഡീകരിക്കേണ്ടത്, മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് നൽകേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ശരി അജിത്ത്.